അപ്പോൾ ബയോളജിയുടെ പാർട്ട് 1 വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. നോക്കിയോളൂ. ലെറ്റ്സ് ഡു ആൻ ആക്ടിവിറ്റി ഓഫ് ഒബ്സർവിങ് എ സ്ലൈഡ് ത്രൂ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഒരു സ്ലൈഡിനെ നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഫോർ ദിസ് യു ഹാവ് ടു ഫെമിലിയറൈസ് വിത്ത് ദ പാർട്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എ മൈക്രോസ്കോപ്പ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മൈക്രോസ്കോപ്പിൻ്റെ പാർട്സും ഈ ഓരോ പാർട്ടിൻ്റെ ഫങ്ഷൻസും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലേ. അതിനെ ബേസ് ചെയ്ത് കംപ്ലീറ്റ് ദ ഇലസ്ട്രേഷൻ 9.2 എന്ന് പറഞ്ഞൊരു ഇലസ്ട്രേഷൻ ഉണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ. അതായത് ഒരു മൈക്രോസ്കോപ്പിൻ്റെ ഫിഗർ കൊടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള ഓരോ പാർട്ടും എന്താണെന്ന് നമ്മൾ മാർക്ക് ചെയ്യണം. അതാണ് ഇലസ്ട്രേഷൻ 9.2 ആൻഡ് ടേബിൾ 9.1. പിന്നെ 9.1 ഒരു ടേബിൾ ഉണ്ട്, ഒരു ടേബിൾ 9.1 ഉണ്ട്. അതായത് ഇതിൻ്റെ ഓരോ പാർട്സും കൊടുത്തിട്ട് അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് എഴുതാനുള്ളത്. ഇത് രണ്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇന്നൊക്കെയുള്ളൂ. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്, ആൻഡ് ഡിസ്കഷൻ ബേസ്ഡ് ഓൺ ദ ഗിവൺ ഇൻഡിക്കേറ്റേഴ്സ്. എന്നിട്ട് താഴെ 3 ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട്. അതായത് 3 ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. അതിൻ്റെ ആൻസർ നമ്മൾ എഴുതണം. നോക്കിയുള്ളൂ, നമുക്ക് ആ ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വേർ ഷുഡ് ദ സ്ലൈഡ് ബി പ്ലേസ്ഡ് ഇൻ എ മൈക്രോസ്കോപ്പ്. ഒരു മൈക്രോസ്കോപ്പിൽ നമ്മൾ സ്ലൈഡ് പ്ലേസ് ചെയ്യുന്നത് എവിടെയാണ് സ്ലൈഡ് പ്ലേസ് ചെയ്യുന്നത്? സ്ലൈഡ് വയ്ക്കുന്നത് എവിടെയാണ് മൈക്രോസ്കോപ്പിൽ? ദ സ്ലൈഡ് ഷുഡ് ബി പ്ലേസ്ഡ് ഓൺ ദ സ്റ്റേജ് ഓഫ് എ മൈക്രോസ്കോപ്പ്. ഒരു മൈക്രോസ്കോപ്പിൻ്റെ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ ഉണ്ട്. അപ്പോൾ ആ സ്റ്റേജിലാണ് സ്ലൈഡ് പ്ലേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ലൈഡ് വയ്ക്കുന്നത്. മൈക്രോസ്കോപ്പിൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗറിൻ്റെ ഓരോ പാർട്സും അടയാളപ്പെടുത്തുമ്പോൾ സ്റ്റേജൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എവിടെയാണ് സ്ലൈഡ് വയ്ക്കുന്നത്? ആ സ്റ്റേജിലാണ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ പാർട്ട് ദാറ്റ് റെഗുലേറ്റ്സ് ദ ലൈറ്റ് ഓൺ ദ സ്ലൈഡ്. അതായത് സ്ലൈഡിലേക്കുള്ള പ്രകാശത്തെ ക്രമീകരിക്കുവാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ് ഒരു മൈക്രോസ്കോപ്പിൽ? ഏതാണ്? മിറർ റെഗുലേറ്റ്സ് ദ ലൈറ്റ് ഓൺ ദ സ്ലൈഡ്. സ്ലൈഡിലേക്കുള്ള ലൈറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് മിററാണ്. മിററിൻ്റെ മലയാളം പേരാണ് ദർപ്പണം. ദർപ്പണമാണ് സ്ലൈഡിലേക്കുള്ള പ്രകാശത്തെ ക്രമീകരിക്കുവാൻ സഹായിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ആർ ദ ലെൻസസ് യൂസ്ഡ് ഇൻ ദ മൈക്രോസ്കോപ്സ്. മൈക്രോസ്കോപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസുകൾ ഏതെല്ലാം ലെൻസുകളാണ് നമ്മൾ മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നത്? ഒബ്ജക്റ്റീവ് ലെൻസ്, ഐ പീസ് ലെൻസ്. ഏതൊക്കെയാണ്? ഒബ്ജക്റ്റീവ് ലെൻസും ഐ പീസ് ലെൻസും എന്നിങ്ങനെ 2 തരം ലെൻസുകളാണ് നമ്മുടെ മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കംപ്ലീറ്റ് ദ ഇലസ്ട്രേഷൻ 9.2 അല്ലേ, 9.2 ചിത്രീകരണം പൂർത്തിയാക്കാം. ടെക്സ്റ്റ് തന്നിട്ടുള്ളത് ഈ ഒരു ഫിഗറാണ് കണ്ടോ, ഇലസ്ട്രേഷൻ 9.2. അതായത് ഒരു മൈക്രോസ്കോപ്പിൻ്റെ ഫിഗർ, ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഫിഗറാണ് ഈ തന്നിട്ടുള്ളത്. ഇതിനകത്ത് ഓരോ പോർഷനും ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് എന്നുള്ളത് നമ്മൾ അവിടെ എഴുതി ചേർക്കണം. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ എല്ലാ പാർട്ടും എഴുതി ചേർത്തിട്ടുണ്ട്. ഏറ്റവും ഫസ്റ്റ് ഐ പീസ് ലെൻസ്, രണ്ടാമത്തത് ബോഡി ട്യൂബ്, മൂന്നാമത്തത് കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് നോബ്. അവിടെ ആ കോഴ്സിൻ്റെ സ്പെല്ലിംഗ് COARSE എന്നാണ് കേട്ടോ. കോഴ്സ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുക COURSE എന്ന്. അല്ല, COARSE ആണ്. ജസ്റ്റ് ഒരു ലെറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ COARSE അഡ്ജസ്റ്റ്മെൻറ്റ് നോബ്, കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് നോബ്. പിന്നെ ഉള്ളത് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബ്. ഇതൊക്കെ എന്താണെന്ന് നോക്കാം നമുക്ക്. പിന്നെ ഒബ്ജക്റ്റീവ് ലെൻസസ് കണ്ടോ, 2 ഒബ്ജക്റ്റീവ് ലെൻസസ് ഉണ്ട്. പിന്നെ ഒരു അപ്പർച്ചർ ഉണ്ട്. പിന്നെ സ്റ്റേജ് ആൻഡ് ക്ലിപ്സ്, സ്റ്റേജും ക്ലിപ്സും ഉണ്ട്. പിന്നെ കണ്ടൻസർ ഉണ്ട്. പിന്നെന്താണ്? മിറർ ഉണ്ട്. പിന്നെ ഏറ്റവും താഴെ ബേസ്. അപ്പോൾ ഇത്രയാണ് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഓരോ പാർട്ടും. മനസ്സിലായോ? അപ്പോൾ ഐ പീസ് ലെൻസ്, ബോഡി ട്യൂബ്, കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് നോബ്, ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബ്, ഒബ്ജക്റ്റീവ് ലെൻസസ്, അപ്പർച്ചർ, സ്റ്റേജ് ആൻഡ് ക്ലിപ്സ്, കണ്ടൻസർ, മിറർ, ബേസ്. അടുത്ത മലയാളം മീഡിയംകാർക്കുള്ളതാണേ. ഐ പീസ് ഒന്നാമത്തത്, രണ്ടാമത്തെ ബോഡി ട്യൂബ്, മൂന്നാമത്തത് കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് നോബ്, നാലാമത്തത് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബ്, പിന്നെ ഒബ്ജക്റ്റീവ് ലെൻസുകൾ, പിന്നെ അപ്പർച്ചർ, പിന്നെന്താണ്? സ്റ്റേജും ക്ലിപ്പും, കണ്ടൻസർ, മിറർ അല്ലെങ്കിൽ ദർപ്പണം എന്ന് എഴുതാം, പിന്നെ ബേസ്. ഓക്കെ ആണല്ലോ. ഇത്രയാണ് മലയാളം മീഡിയംകാർക്കുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫങ്ഷൻസ് എഴുതാം അല്ലേ. അത് ടേബിൾ 9.1 കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ടേബിൾ 9.1 പാർട്സ് ഓഫ് മൈക്രോസ്കോപ്പ്, അതിൻ്റെ ഫങ്ഷൻസ് നോക്കിയുള്ളൂ. ഒന്നാമത്തത് ഐ പീസ് ലെൻസ്. ഐ പീസ് ലെൻസിൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ളത് എന്താണ്? മാഗ്നിഫൈസ് ദ ഇമേജ് ഫോംഡ് ബൈ ദ ഒബ്ജക്റ്റീവ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസിൽ ഫോം ചെയ്യുന്ന ഇമേജിനെ മാഗ്നിഫൈ ചെയ്യുക അല്ലെങ്കിൽ അതിനെ കൂടുതൽ വലുപ്പത്തിൽ കാണിക്കുക. അതാണ് ഐ പീസ് ലെൻസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്ത രണ്ടാമത്തത് ബോഡി ട്യൂബ്. ബോഡി ട്യൂബിൻ്റെ ഫംഗ്ഷൻ എന്താണ്? മെയിൻറ്റെയിൻസ് ദ പ്രോപ്പർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഐ പീസ് ആൻഡ് ദ ഒബ്ജക്റ്റീവ് ലെൻസസ്. അതായത് ഐ പീസ് ലെൻസും അതുപോലെ ഒബ്ജക്റ്റീവ് ലെൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ബോഡി ട്യൂബിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ അത് രണ്ടും മനസ്സിലായി, ഐ പീസ് ലെൻസും ബോഡി ട്യൂബും. അടുത്തത് മൂന്നാമത്തത് കോഴ്സ് ആൻഡ് ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബ്സ്. കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബ് എന്നും ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബ് എന്നും രണ്ട് നോബുണ്ട്. അതിന്റെ ഫംഗ്ഷൻ എന്താണ്? കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബ് ഫോർ റഫ് ഫോക്കസിങ്, റഫായിട്ടുള്ള ഫോക്കസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബ് എന്ന് പറയുന്നത്. ഇനി ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബ് ഫോർ ഷാർപ്പ് ആൻഡ് ക്ലിയർ ഫോക്കസിങ്, വളരെ ഷാർപ്പായിട്ട് ഉള്ളതും ക്ലിയർ ആയിട്ടുള്ള ഇമേജ് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബ് എന്ന് പറയുന്ന നോബ് യൂസ് ചെയ്യുന്നത്. എന്നാൽ കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബ് എന്ന് പറയുന്നത് റഫായിട്ടുള്ള ഫോക്കസ്, അതായത് ആ സ്റ്റേജിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താണ് ഈ കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബിൽ കൂടിയുള്ള ഫോക്കസിങ് നടത്തുന്നത്. മനസ്സിലായോ? ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബ് എന്ന് പറയുന്നത് എന്തിനാണ്? ഫോർ ഷാർപ്പ് ആൻഡ് ക്ലിയർ ഫോക്കസിങ്, വളരെ ഷാർപ്പായിട്ടുള്ളതും വളരെ ക്ലിയർ ആയിട്ടുള്ള ഇമേജ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോക്കസിങ്ങിന് വേണ്ടിയിട്ടാണ് ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അടുത്തത് ഒബ്ജക്റ്റീവ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മാഗ്നിഫൈസ് ദ ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ഓൺ ദ സ്ലൈഡ്. സ്ലൈഡിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്യാൻ, അതായത് അതിനെ വലുപ്പത്തിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒബ്ജക്റ്റീവ് ലെൻസസ് ഉപയോഗിക്കുന്നത്. രണ്ട് ഒബ്ജക്റ്റീവ് ലെൻസസ് ഇല്ലേ? ഈ രണ്ട് ഒബ്ജക്റ്റീവ് ലെൻസസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മാഗ്നിഫൈ എന്ന് വെച്ചാൽ വലുപ്പത്തിൽ കാണിക്കുക എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ മാഗ്നിഫൈ ചെയ്യുന്നു എന്തിനെ? ഒബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്യുന്നു. പ്ലേസ്ഡ് ഓൺ ദ സ്ലൈഡിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒബ്ജക്റ്റീവ് ലെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് സ്റ്റേജ് ക്ലിപ്പ് യൂസ് ചെയ്യുന്നത് ഫിക്സസ് ദ സ്ലൈഡ് ഓൺ ദ സ്റ്റേജ്. സ്റ്റേജിലെ നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ സ്റ്റേജിൽ സ്ലൈഡിനെയൊക്കെ ഫിക്സ് ചെയ്ത് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റേജ് ക്ലിപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി സ്റ്റേജ് എന്താണ്? പ്ലാറ്റ്ഫോം വേർ ദ സ്ലൈഡ് ഈസ് പ്ലേസ്ഡ് ഫോർ ഒബ്സർവേഷന് വേണ്ടിയിട്ട് സ്ലൈഡ് നമ്മൾ വയ്ക്കുന്ന ആ പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് സ്ലൈഡിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നില്ലേ, ആ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ സ്ലൈഡ് വയ്ക്കുന്ന പ്ലാറ്റ്ഫോം, അതാണ് സ്റ്റേജ് എന്ന് പറയുന്നത്. അടുത്ത കണ്ടൻസർ. എന്താണ് കണ്ടൻസർ? ഫോക്കസ് ലൈറ്റ് ഫ്രം ദ മിറർ ഓൺ ടു ദ ഓബ്ജക്റ്റ്. മിററിൽ നിന്ന് വരുന്ന ലൈറ്റിനെ ഒബ്ജക്റ്റിലോട്ട് ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കണ്ടൻസർ. മിററിൽ നിന്ന് വരുന്ന ലൈറ്റിനെ ഒബ്ജക്റ്റിലോട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കണ്ടൻസർ. ഇനി ലാസ്റ്റ് വൺ മിറർ എന്തിനാണ്? ഹെൽപ്സ് ടു ഫോക്കസ് ലൈറ്റ് ഓൺ ദ ഒബ്ജക്റ്റ്. ആ ലൈറ്റിനെ ഒബ്ജക്റ്റിലോട്ട് ഫോക്കസ് ചെയ്യുക, അതായത് പുറത്തു നിന്നുള്ള ഒരു ലൈറ്റിനെ ഒബ്ജക്റ്റിലോട്ട് ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മിറർ നമ്മൾ യൂസ് ചെയ്യുന്നത്. മിററിൽ നിന്നുള്ള ലൈറ്റിനെ ഒബ്ജക്റ്റിലോട്ട് ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കണ്ടൻസർ നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ അത് തമ്മിലുള്ള ഒരു വ്യത്യാസം? അപ്പോൾ ഇത്രയാണ് പാർട്സ് ഓഫ് മൈക്രോസ്കോപ്പിൻ്റെ പാർട്സ് എന്ന് പറയുന്നതും അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നതും. ഇനി നമുക്ക് മലയാളം മീഡിയംകാർക്കുള്ള നോട്ട് നോക്കാം. നോക്കിയോളൂ, മൈക്രോസ്കോപ്പിന്റെ ഭാഗം, അതിന്റെ ധർമ്മം. ഒന്നാമത് ഐ പീസ് ലെൻസ്. എന്തിനാണ് ഐ പീസ് ലെൻസ് ഉപയോഗിക്കുന്നത്? സ്ലൈഡിലെ വസ്തുവിനെ വലുതാക്കി കാണിക്കുന്നു. സ്ലൈഡിലുള്ള വസ്തുവിനെ വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഐ പീസ് ലെൻസ്. അടുത്ത ബോഡി ട്യൂബ്. എന്തിനാണ്? ഐ പീസ് ലെൻസും ഒബ്ജക്റ്റീവ് ലെൻസും തമ്മിൽ ശരിയായ അകലം നിലനിർത്തുന്നതിന് ബോഡി ട്യൂബ് ഉപയോഗിക്കുന്നു. ഐ പീസ് ലെൻസും ഒബ്ജക്റ്റീവ് ലെൻസും തമ്മിലുള്ള അകലം ശരിയായിട്ട് നിലനിർത്താൻ ബോഡി ട്യൂബ് ഉപയോഗിക്കുന്നു. പിന്നെ ഉള്ളത് കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബും ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബും. എന്തിനാണ്? കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബ് സ്റ്റേജിനെ മുകളിലേക്കും താഴേക്കും നീക്കി സ്ലൈഡിനെ ഫോക്കസ് ചെയ്യുന്നു. ആ സ്റ്റേജിനെ കറക്റ്റായിട്ട് മുകളിലോട്ടും താഴോട്ടും ഒക്കെ നീക്കി ആ സ്ലൈഡ് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബ് എന്ന് പറയുന്നത്. ഇനി ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബ് എന്തിനാണ്? ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബ് കൂടുതൽ വ്യക്തമായ ചിത്രം ലഭ്യമാകുന്നതിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്നു. വളരെ വ്യക്തമായിട്ടുള്ളൊരു ചിത്രം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി, ചിത്രം മീൻസ് ആ ഒബ്ജക്റ്റിനെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബ് ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ട് അഡ്ജസ്റ്റ്മെന്റ് നോബാണുള്ളത്, കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബും ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബ്. ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബ് എന്ന് പറയുന്നത് ആ സ്റ്റേജിനെ സൈഡിലോട്ടും മുകളിലോട്ടും താഴോട്ടും ഒക്കെ നീക്കി ഒന്ന് ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇനി ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബ് എന്ന് പറയുന്നത് കൂടുതൽ വ്യക്തമായിട്ടുള്ള ചിത്രം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലേ, ആ സ്ലൈഡിൽ നിന്ന് നമുക്ക് കൂടുതൽ വ്യക്തമായ ചിത്രം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബ് ഉപയോഗിക്കുന്നത്. ഇനി ഒബ്ജക്റ്റീവ് ലെൻസ്. സ്ലൈഡിലെ വസ്തുവിനെ വ്യത്യസ്ത വലുപ്പത്തിൽ കാണിക്കുന്നു, അല്ലേ, അല്ലെങ്കിൽ സ്ലൈഡിലെ വസ്തുവിനെ വലുപ്പത്തിൽ കാണിക്കുന്നു എന്ന് എഴുതിയാലും മതി. സ്ലൈഡിലെ വസ്തുവിനെ വലുപ്പത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒബ്ജക്റ്റീവ് ലെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി സ്റ്റേജ് ക്ലിപ്സ്. എന്തിനാണ്? സ്ലൈഡിനെ സ്റ്റേജിൽ ഉറപ്പിച്ച് നിർത്തുന്നു. ആ സ്ലൈഡിനെ സ്റ്റേജിൽ ഉറപ്പിച്ച് നിർത്തുന്നതാണ് സ്റ്റേജ് ക്ലിപ്സ്. സ്റ്റേജ് എന്തിനാണ്? സ്ലൈഡ് വയ്ക്കുന്നതിനുള്ള പ്ലാറ്റ്ഫോമാണ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി കണ്ടൻസർ എന്താണ്?
ദർപ്പണത്തിൽ നിന്നുള്ള പ്രകാശം സ്ലൈഡിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ദർപ്പണത്തിൽ നിന്നുള്ള പ്രകാശത്തിനെ സ്ലൈഡിലേക്ക് കൊണ്ടുവരുന്നത് ആരാണ്? കണ്ടൻസർ ആണ്. ഇനി ദർപ്പണം എന്താണ്? പ്രകാശത്തെ വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നത്. അതായത് പുറത്തു നിന്നുള്ള പ്രകാശം വസ്തുവിലോട്ട് എത്തിക്കുന്നതിന് ആര് സഹായിക്കുന്നു? ദർപ്പണം. അതായത് വസ്തുവിലേക്ക് എത്തിക്കുന്നതിന് മുന്നേ അത് കണ്ടൻസറിൽ എത്തിക്കുന്നു. കണ്ടൻസർ ആണ് അത് വസ്തുവിലേക്ക് എത്തിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് യു മീൻ ബൈ മാഗ്നിഫിക്കേഷൻ പവർ ഓഫ് എ ലെൻസ്? ഒരു ലെൻസിന്റെ മാഗ്നിഫിക്കേഷൻ പവർ അല്ലെങ്കിൽ ആവർത്തന ശേഷി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? മാഗ്നിഫിക്കേഷൻ പവർ ഓഫ് എ ലെൻസ് ഈസ് ഇറ്റ്സ് എബിലിറ്റി ടു മാഗ്നിഫൈ ഓബ്ജക്ട്സ്. ഒരു ഒബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ വലുതാക്കി കാണിക്കാനുള്ള ലെൻസിന്റെ എബിലിറ്റി, ലെൻസിന്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ മാഗ്നിഫിക്കേഷൻ പവർ അല്ലെങ്കിൽ ആവർത്തന ശേഷി എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ഈ ലെൻസിന്റെ ആവർത്തന ശേഷി അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ പവർ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഐ പീസ് ലെൻസ് മാഗ്നിഫൈസ് ദ ഒബ്ജക്റ്റീവ് 10 ടൈംസ്. 2 ലെൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒരു ഐ പീസ് ലെൻസും ഒരു ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ട് നമ്മുടെ മൈക്രോസ്കോപ്പിൽ. അപ്പോൾ ഐ പീസ് ലെൻസ് ഒരു ഒബ്ജക്റ്റിനെ 10 മടങ്ങ് 10 ടൈംസ് മാഗ്നിഫൈ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ 10 ടൈംസ് മാഗ്നിഫൈ ചെയ്യുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കാനാണ് 10x എന്നിടുന്നത്. ബ്രാക്കറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി ആൻ ഒബ്ജക്റ്റീവ് ലെൻസ് മാഗ്നിഫൈസ് ദ ഒബ്ജക്റ്റീവ് 40 ടൈംസ്. പിന്നെ അതിൻ്റെ താഴെയുള്ള ഒബ്ജക്റ്റീവ് ലെൻസ് ആ ഒരു ഒബ്ജക്റ്റിനെ 40 മടങ്ങ് മാഗ്നിഫൈ ചെയ്യുന്നു, അല്ലേ? അങ്ങനെയാണെങ്കിൽ ദെൻ ദ മാഗ്നിഫിക്കേഷൻ പവർ ഓഫ് ദി ലെൻസ്, ആ ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ എത്രയാണ്? അപ്പോൾ ആ മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ, ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത് ഐ പി എസ് ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ പവറും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ പവറും കൂടെ കൂട്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഐ പി എസ് ലെൻസിന് 10x ഒബ്ജക്റ്റീവ് ലെൻസിന് 40x ആണ് മാഗ്നിഫിക്കേഷൻ പവർ. അങ്ങനെയാണെങ്കിൽ എൻ്റെ മൊത്തത്തിലുള്ള മാഗ്നിഫിക്കേഷൻ പവർ അല്ലെങ്കിൽ ആവർത്തന ശേഷി എത്രയായിരിക്കും? 400x. എങ്ങനെയാണ് 400 കിട്ടിയത്? ആ 10ഉം 40യും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് 10 × 40 എത്രയാവും? 400. അപ്പോൾ 400x അല്ലെങ്കിൽ 400 മടങ്ങാണ് ആ ലെൻസിൻ്റെ മൊത്തത്തിലുള്ള മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആവർത്തന ശേഷി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അടുത്തത്, ഹൂ വേർ ദ സയൻറ്റിസ്റ്റ് ഹൂ ഇൻവെൻറ്റഡ് ദ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇൻ 1934? 1934 ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ ആരെല്ലാം? 2 ശാസ്ത്രജ്ഞന്മാർ ചേർന്നാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്. ആരൊക്കെയാണ്? ഏണസ്റ്റ് റസ്ക ആൻഡ് മാക്സ് നോൾ. ആരൊക്കെയാണ്? ഏണസ്റ്റ് റസ്ക ആൻഡ് മാക്സ് നോൾ. അടുത്തത്, വാട്ട് ഇസ് ദ യൂസ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്? നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലേ? ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കൊണ്ടുള്ള ഉപയോഗം എന്താണ്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ദാറ്റ് മാഗ്നിഫൈസ് ഒബ്ജക്റ്റ് മോർ ദാൻ 1,000,000 ടൈംസ്. അതായത് സാധാരണ മൈക്രോസ്കോപ്പിനേക്കാൾ 1,000,000 മടങ്ങ്, അല്ലേ? മോർ ദാൻ 1,000,000 ടൈംസ്, 1,000,000 മടങ്ങിലധികം വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്യുന്നു, ഒബ്ജക്റ്റിനെ വലുതാക്കി കാണിക്കുന്നു. എത്രത്തോളം? മോർ ദാൻ 1,000,000 ടൈംസ്, 1,000,000 മടങ്ങിലധികം വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഹെൽപ്സ് ടു ഒബ്സർവ്. ഇത് എന്തൊക്കെ നിരീക്ഷിക്കാൻ, എന്തൊക്കെ ഒബ്സർവ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്? സെൽസ് എന്ന് വെച്ചാൽ കോശങ്ങൾ, വൈറസുകൾ, മോളിക്കുലാർ സ്ട്രക്ചർ തന്മാത്രാ ഘടനകൾ, ഇതിനെയൊക്കെ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ സാധാരണ മൈക്രോസ്കോപ്പിനേക്കാൾ 1,000,000 മടങ്ങിലധികം വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ജീവകോശങ്ങൾ, വൈറസുകൾ, തന്മാത്രാ ഘടനകൾ എന്നിവയുടെ നിരീക്ഷണത്തിന് ഇത് സഹായിക്കുന്നു. വാട്ട് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ലൈറ്റ് ഇൻ ആൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ടു ഒബ്സർവ് ഓബ്ജക്ട്സ്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ വസ്തുവിൻ്റെ നിരീക്ഷണത്തിനായി പ്രകാശത്തിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? അതായത് നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ സിമ്പിൾ മൈക്രോസ്കോപ്പിലൊക്കെ ലൈറ്റ് യൂസ് ചെയ്താണ് നമ്മൾ സ്ലൈഡിൽ കൂടി ഈ ഒബ്ജക്ട്സിനെയൊക്കെ നിരീക്ഷിച്ചത്, അല്ലേ? ഒബ്സർവ് ചെയ്തത്. എന്നാൽ ഇവിടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ലൈറ്റിന് പകരം ഉപയോഗിക്കുന്നത് എന്താണ്? ഇലക്ട്രോൺ ബീം അല്ലെങ്കിൽ ഇലക്ട്രോൺ കിരണാവലി എന്ന് പറയും മലയാളത്തിൽ. ഇലക്ട്രോൺ കിരണാവലി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇലക്ട്രോൺ ബീം. അടുത്തത് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വിവിധ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ്, അതായത് വിവിധ തരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ ഇന്ന് ഉപയോഗത്തിലുള്ളത്, അതിനെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ച് ഒരു സ്ലൈഡ് തയ്യാറാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിവിധ തരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്സിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തത് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, TEM എന്ന് പറയും. പിന്നെ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, SEM. അടുത്ത സ്കാനിങ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, STEM. അടുത്തത് റിഫ്ലക്ഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, REM. The low voltage electron microscope, LVM.
ഇത് ഇത്രയാണ് വിവിധ തരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ. നോക്കിയോളൂ, അതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം നോട്ട്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, സ്കാനിങ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, റിഫ്ലക്ഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ലോ വോൾട്ടേജ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇനി ഈ ഓരോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ കുറിച്ചും മലയാളം മീഡിയത്തിലും ഇംഗ്ലീഷ് മീഡിയത്തിലും ചെറിയൊരു ഡെഫിനിഷൻ പോലെ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, അത് പ്രൊഡ്യൂസസ് 2D ഇമേജസ് വിത്ത് വെരി ഹൈ റെസൊല്യൂഷനുള്ള 2D ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ മലയാളം മീഡിയം വളരെ ഉയർന്ന റെസൊല്യൂഷനിലുള്ള 2D ഇമേജുകൾ നിർമ്മിക്കുന്നു. കണ്ടല്ലോ. ഇനി സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ഇത് നിങ്ങൾ പഠിക്കാനും വേണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ സ്കൂളിൽ ആക്ടിവിറ്റി ആയിട്ട് എഴുതാൻ വേണ്ടി തരും, അപ്പോൾ എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്താൽ മതി. അടുത്ത സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണെങ്കിൽ ഇലക്ട്രോൺ സ്കാൻസ് ദ സ്പെസിമെൻ സർഫസ് പ്രൊഡ്യൂസസ് 3D സർഫസ് ഇമേജ്. ഇലക്ട്രോൺസ് ആ സ്പെസിമെൻ്റെ സർഫസിനെ സ്കാൻ ചെയ്ത് 3D സർഫസ് ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്താണ്? ഇലക്ട്രോണുകൾ വസ്തുവിൻ്റെ പ്രതലം സ്കാൻ ചെയ്ത് 3D ചിത്രങ്ങൾ നിർമ്മിക്കുന്നു. അടുത്ത മൂന്നാമത്തെ സ്കാനിങ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, എന്താണ്? കമ്പൈൻ ഫീച്ചേഴ്സ് ഓഫ് TEM ആൻഡ് SEM. TEM ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെയും SEM എന്ന് പറയുമ്പോൾ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെയും ഫീച്ചേഴ്സ് കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ് സ്കാനിങ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? TEM, SEM എന്നിവയുടെ സവിശേഷതകൾ സംയോജിപ്പിച്ച് നിർമ്മിച്ച ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ് ഏത്? സ്കാനിങ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അടുത്തത് റിഫ്ലക്ഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അവിടെ എന്താ പറ്റുള്ളത്? ഇലക്ട്രോൺസ് ആർ റിഫ്ലക്റ്റഡ് ഫ്രം ദ സ്പെസിമെൻ സർഫസസ് പ്രൊവൈഡ് സർഫസ് സ്ട്രക്ചർ ഇൻഫർമേഷൻ. അതായത് നമ്മുടെ സ്പെസിമെൻ സർഫസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഏത് വസ്തുവാണോ നമ്മൾ നിരീക്ഷിക്കാൻ പോകുന്നത് ആ വസ്തുവിനെയാണ് നമ്മൾ സ്പെസിമെൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്പെസിമെൻ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് റിഫ്ലക്റ്റ് ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് ആ സ്പെസിമെനിൻ്റെ ഒരു സർഫസിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് നൽകുന്നു. ആ സ്പെസിമെൻ്റെ സർഫസ് സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നൽകുന്നു. അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വസ്തുവിൻ്റെ പ്രതലത്തിൽ നിന്ന് ഇലക്ട്രോണുകൾ പ്രതിഫലിക്കുന്നു, വസ്തുവിൻ്റെ ഉപരിതല കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നു. അടുത്തത് ലോ വോൾട്ടേജ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ആ പേരിൽ നിന്ന് തന്നെ അറിയാം എന്താണ്? ഓപ്പറേറ്റ്സ് അറ്റ് ലോവർ ആക്സിലറേറ്റിംഗ് വോൾട്ടേജ്. ചെറിയ വോൾട്ടേജിൽ പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ് ലോ വോൾട്ടേജ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. താഴ്ന്ന വോൾട്ടേജുകളിൽ ഇത് പ്രവർത്തിക്കുന്നു. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ആ പലതരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇനിയും ഉണ്ട്. ഞാൻ ഇവിടെ 5 എന്താണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആക്ടിവിറ്റി ആയിട്ട് സ്കൂളിൽ നിന്ന് എഴുതാൻ തരുവാണെങ്കിൽ എഴുതുക. ഇനി അടുത്തത് ഇവിടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ഒരു കമ്പാരിസൺ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആൻഡ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? ആദ്യം നമുക്ക് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം, എന്നിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് എഴുതാം. നോക്കിയോളൂ. ഫസ്റ്റ്, നീഡ് ഓഫ് ലൈറ്റ്. പ്രകാശത്തിൻ്റെ ആവശ്യകത ഉണ്ടോ? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ പ്രകാശം വേണം അല്ലേ? അപ്പം നീഡഡ് എന്ത് വേണം? പ്രകാശം വേണം. ലൈറ്റ് നീഡഡ് ആണ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലാണ് അവിടെ ഇലക്ട്രോൺ ബീമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താ ഉപയോഗിക്കുന്നില്ല? ലൈറ്റ് ഉപയോഗിക്കുന്നില്ല. അപ്പം നോട്ട് നീഡഡ്, ഇവിടെ ആവശ്യമില്ല. അടുത്തത് മാഗ്നിഫയിങ് പവർ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫയിങ് പവർ എന്ന് പറയുമ്പോൾ 1000 ടൈംസ് ആണ്. ഒബ്ജക്റ്റിൻ്റെ യഥാർത്ഥ വലിപ്പം എത്രയാണോ അതിൻ്റെ 1000 ടൈംസ് വലുതാക്കിയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ കാണിക്കുന്നത്. എന്നാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലാണെങ്കിൽ മോർ ദാൻ 1,000,000 ടൈംസ്, 1,000,000 ടൈംസിലധികം വലുതാക്കി കാണിക്കുന്നു. ഒബ്ജക്റ്റിൻ്റെ യഥാർത്ഥ വലിപ്പം എത്രയാണോ അതിൻ്റെ 1,000,000 ടൈംസിലധികം വലുതാക്കി കാണിക്കുന്നു. ഇനി ലെൻസ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് എന്ന് പറയും. ഇനി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ് ആണ്. ഏതാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ് ആണ്. മനസ്സിലായല്ലോ? നോക്കിയുള്ളൂ. സവിശേഷത. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. പ്രകാശത്തിൻ്റെ ആവശ്യകത കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ആവശ്യകതയുണ്ട്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ആവശ്യകതയില്ല. ആവർത്തന ശേഷിയാണെങ്കിൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ 1000 മടങ്ങ് വരെ, ഇനി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലാണെങ്കിൽ 1,00,000 മടങ്ങിലധികം. കേട്ടെ, അതിലധികമാണ് കേട്ടോ, 1,00,000 മടങ്ങിലധികം. ഇനി ലെൻസ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ് ആണ്. ഓക്കെ ആണല്ലോ? നോക്കിയല്ലോ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആൻഡ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നോക്കിയല്ലോ. ഇൻ എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ദ ഒബ്ജക്റ്റ് ഈസ് ഒബ്സർവ്ഡ് യൂസിങ് ലൈറ്റ്. ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഒരു ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. Whereas in an electron microscope the electron beam is used instead of light. എന്നാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ ലൈറ്റിന് പകരം എന്താണ് ഉപയോഗിക്കുന്നത്? ഇലക്ട്രോൺ ബീം അല്ലേ? ഇലക്ട്രോൺ ബീം ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഡിഫറൻസ് ആയി. രണ്ടാമത്തത്, എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ക്യാൻ മാഗ്നിഫൈ ഒബ്ജക്ട്സ് അപ് ടു 1,000 ടൈംസ്. ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഒരു ഒബ്ജക്റ്റിന് നമുക്ക് 1000 മടങ്ങ് വരെ വലുപ്പത്തിൽ മാഗ്നിഫൈ ചെയ്യാൻ കഴിയും അല്ലേ? വലുപ്പത്തിൽ കാണാൻ കഴിയും. Whereas an electron microscope can magnify objects more than 1,000,000 times. 1,000,000 ടൈംസിനെക്കാട്ടിലും അധികം
വലിപ്പത്തിൽ നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഒരു ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യാൻ അല്ലെങ്കിൽ നിരീക്ഷിക്കാൻ അല്ലെങ്കിൽ കാണാൻ കഴിയും. രണ്ടാമത്തെ പോയിന്റായി. മൂന്നാമത്തെ പോയിന്റ്, ഇൻ എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കോൺവെക്സ് ലെൻസസ് ആർ യൂസ്ഡ്. ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നമ്മൾ കോൺവെക്സ് ലെൻസസ് ആണ് യൂസ് ചെയ്യുന്നത്. ഏതാണ്? കോൺവെക്സ് ലെൻസ്. എന്നാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസസ് ആണ്. അതാണ് പറഞ്ഞിട്ടുള്ളത്. whereas in an electron microscope electromagnetic lenses are used. ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മലയാളം മീഡിയം ആൻസർ നോക്കാം. നോക്കിയുള്ളൂ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ പ്രകാശം ഉപയോഗിച്ചാണ് വസ്തുവിനെ നിരീക്ഷിക്കുന്നത്. എന്നാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ വസ്തുവിനെ നിരീക്ഷിക്കാൻ പ്രകാശത്തിന് പകരം നമ്മൾ ഇലക്ട്രോൺ കിരണാവലിയാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോൺ ബീമില്ലേ, അതിൻ്റെ മലയാളം വേർഡാണ് ഇലക്ട്രോൺ കിരണാവലി. രണ്ടാമത്തത്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ വസ്തുക്കളെ 1000 മടങ്ങ് വരെ വലുപ്പത്തിൽ കാണാൻ കഴിയും. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ വസ്തുക്കളെ എത്ര? 1000 മടങ്ങ് വരെ വലുപ്പത്തിൽ കാണാൻ കഴിയും. എന്നാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ വസ്തുക്കളെ 1 ദശലക്ഷം മടങ്ങിലധികം വലുപ്പത്തിൽ കാണാൻ കഴിയും. 1 ദശലക്ഷം മടങ്ങിലധികം 1 ദശലക്ഷം മടങ്ങിലധികം വലുപ്പത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ. ഇനി കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം.